അതെ, അവൻ്റെ അപ്പൻ 5 വയസ്സായപ്പോഴാണ് സംസാരിച്ചത്. ചില പിള്ളേരുടെ പ്രശ്നങ്ങൾ 2 വയസ്സായിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണ ഗ്രാൻഡ് പേരൻസും മറ്റുള്ളവരും പറയുന്നതാണ് അവൻ്റെ അപ്പൻ 5 വയസ്സായിട്ടാണ് സംസാരിച്ചത്. ഭയങ്കര പിരിവിരിപ്പാണ്, ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ പറയും അവൻ്റെ അപ്പൻ ഈ വീട് മറിച്ച് വെച്ച് നടന്നവനാണ്. ഇത് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ കുട്ടി 2 വയസ്സ് വരെ സംസാരിക്കുമായിരുന്നു, പേര് വിളിച്ചാൽ നോക്കുമായിരുന്നു, മറ്റു കുട്ടികളുടെ കളിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല, ശ്രദ്ധയില്ല, കുട്ടികളുടെ കൂടി കളിക്കുന്നില്ല, ഹൈപ്പറാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. 1.5 വയസ്സുള്ളൊരു കൊച്ച് അവൻ്റെ പേര് വിളിച്ചാൽ അവൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മളത് നോട്ടീസ് ചെയ്യേണ്ടതാണ്. 2 വയസ്സുള്ളൊരു കുട്ടി അവൻ്റെ ആവശ്യങ്ങൾ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചുറ്റുപാടും എന്ത് നടന്നാലും അതൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം ലോകത്തിൽ നടക്കുന്ന കുട്ടികൾ, ആ കുട്ടികളെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്ത കുഞ്ഞുങ്ങൾ, അത് തീർച്ചയായിട്ടും നിസ്സാരമായിട്ട് കാണരുത്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ടോ, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഡിലേ ഉണ്ടോ എന്നുള്ളതൊക്കെ എപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളെ നോട്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ തിരക്കിനിടയിലും കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതെ, TV ഓൺ ചെയ്ത് കൊടുക്കാതെ അവരുടെ കൂടെ കുറേയേറെ സമയം ചെലവഴിക്കാൻ സാധിക്കുക, അവരുടെ സമപ്രായത്തിലുള്ള കുട്ടികളുടെ കൂടെ അവർക്ക് കളിക്കാനുള്ള സമയം ക്രമീകരിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഏർലി ഇൻ്റർവെൻഷൻ, അത് നിങ്ങളുടെ കുട്ടികളുടെ ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ ആരെയും കാണാൻ ആഗ്രഹിക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കണം. ആ സ്ഥാപനത്തിലുള്ള തെറാപ്പിസ്റ്റുകൾ, അവരുടെ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ തിരക്കി അറിഞ്ഞ് അവിടെ തെറാപ്പി എടുത്തിട്ടുള്ള ആളുകളോട് ചോദിച്ചറിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. താങ്ക് യു.